ആദർശിന്റെ വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ 7 മാസം പൂർത്തിയാവുകയാണ്. ഇതേ സമയത്ത് തന്നെ മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ടായിരുന്നല്ലോ, നയനയും നീയും തമ്മില് എത്രയും പെട്ടെന്ന് റിലേഷൻ ഉണ്ടാവണമെന്നും അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞുവാവെ തരണമെന്നൊക്കെ. അങ്ങനെ വീണ്ടും 3 മാസങ്ങൾ കടന്നു പോകുന്നുണ്ട് കേട്ടോ. മുത്തശ്ശന് ആരോഗ്യപരമായി നല്ല പുരോഗതിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നവ്യ ഗർഭിണിയല്ലെന്നും ഒക്കെ അവിടെ വെളിവാകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുറെ ടെസ്റ്റുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അത് ഓരോന്നോരോന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ആദർശ നയനെ കൊണ്ടിട്ട് രാവിലെ കാപ്പി കുടിക്കാനായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നയന ഉണ്ടാക്കി വെച്ച ദോശയും ഇഡലിയൊക്കെ കാണുമ്പോഴേക്കും ആദർശ് നല്ല സന്തോഷമാകുന്നുണ്ട്. ആദർശ് പറയാണ്, രാവിലത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഫുൾ എനർജിയാണ്, കഴിക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവള് പറയാണ്, ചെറിയമ്മ പറയാണ്, അത് വേറൊന്നും കൊണ്ടല്ല, മോളുടെ കൈപ്പുണ്യാണ്, അതാ ഇത്രയ്ക്ക് സ്വാദും മണമെന്നൊക്കെ പറയാണ്. ആദർശ് ഈ സമയത്തൊക്കെ നയനയുമായിട്ട് പതിയെ പതിയെ അടുക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ദേവേനിക്ക് ഇതൊന്നും കേൾക്കുമ്പോൾ അത്രയ്ക്ക് ഇങ്ങോട്ട് സുഖിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം ആദർശ് കഴിച്ചതിനൊക്കെ ശേഷം എഴുന്നേറ്റ് പോവാണ്. ഈ സമയത്ത് നയൻ അടുക്കളയിൽ ജോലിയിലായിരിക്കും. അപ്പോഴേക്കും ജാനകി വന്നിരുന്നിട്ട് ദേവിയനോട് ചോദിക്കാണ്, അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, അവരിപ്പം ഭാര്യയും ഭർത്താവുമല്ലേ, വിവാഹം കഴിഞ്ഞിട്ട് 10 മാസമായി. ഇപ്പൊ അവർ തമ്മില് നല്ല അടുപ്പത്തിലാണ്. ഞാൻ കണ്ടതാ അവർ ഒരുമിച്ച് ഉറങ്ങുന്നതൊക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നയനമോളം ഗർഭിണിയാവും. അങ്ങനെയാണെങ്കിൽ ഒരു 6-7 മാസം കഴിയുമ്പോഴേക്കും ഈ വീട്ടിലൂടെ ഒരു ഉണ്ണിക്കണ്ണൻ ഓടി നടക്കും. എന്താ ദേവയാനി, ആ സമയത്തും നീ ഇങ്ങനെ തന്നെ പിണങ്ങിയിരിക്കോ? നിന്റെ ആദർശിന്റെ കുഞ്ഞിനെ നിനക്ക് വേണ്ടെന്ന് വെക്കോ എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയാണ്, ഇല്ല, ഒരിക്കലും അതൊന്നും സംഭവിക്കില്ല. എന്റെ മോൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, ഒരിക്കലും അവൻ ആ വാക്ക് തെറ്റിക്കില്ല. അവൻ ഒരിക്കലും നയനിക്ക് അവന്റെ കുട്ടിയെ കൊടുക്കില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും ജാനകി പറയാണ്, ഇത് കൊള്ളാലോ, ഇതെന്താ വെള്ളരിക്കപ്പെട്ടനോ? നയനമോള് വേറെ ആരും അല്ലല്ലോ, ആദർശിന്റെ ഭാര്യയാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഭാര്യയുമായിട്ട് അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്നുള്ളത് എവിടുത്തെ നിയമമാണെന്ന് ചോദിക്കാണ്. ദേവേനും ചാടി ഇരുന്നിട്ട് ഇത് ഇവിടുത്തെ നിയമമാണെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കയറി പോകുന്നുണ്ട്. അപ്പോഴേക്കും നയന വന്നിട്ട് ചെറിയമ്മയോട് ചോദിക്കാണ്, എന്ത് പറ്റി ചെറിയമ്മേ, എന്തിനാ അമ്മ ദേഷ്യപ്പെട്ടു പോയത്? അപ്പം ചെറിയമ്മ പറയാണ്, ഒന്നുമില്ല മോളെ, നിന്റെ അമ്മായിമ്മയ്ക്ക് തലയ്ക്ക് തളം വെക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ ആലോചിക്കുന്നുണ്ട്, ശരിക്കും എന്തായിരിക്കും അവർ തമ്മിലുള്ള പ്രശ്നം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം കഴിയുകയാണ്. ഈ സമയത്ത് നയന ഛർദിക്കുന്നുണ്ട് കേട്ടോ. നയന വല്ലാണ്ട് അങ്ങ് ഛർദിക്കുകയാണ്. എല്ലാരും കൂടി ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങനെ മുത്തശ്ശൻ ഡോക്ടറെ വിളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനും താഴേക്ക് വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാണ്, കൺഗ്രാറ്റുലേഷൻസ്, ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞുവാവ് വരാൻ പോവാണെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാരും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. പക്ഷെ ദേവയാനാണെങ്കിലോ ഇങ്ങനെ ഞെട്ടി നിൽക്കാണ്. അപ്പോഴേക്കും ജാനകി വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട് ദേവേനി? ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ, അപ്പൊ നീ എന്നെ ഗേറ്റോട്ടടിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ വാക്ക് ഇപ്പൊ പൊന്നായില്ലേ എന്ന് ചോദിക്കാണ്. ദേവേനി ആകെ പടങ്ങി സ്റ്റക്കായി നിൽക്കാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ മുത്തശ്ശി പോയിട്ട് അവക്ക് ആരതിയൊക്കെ എടുത്തുണ്ടെന്ന് ഒഴിയുന്നുണ്ട്. എന്നിട്ട്, മോളെ, ഇനി മോൾ ഒരു ജോലി ഇവിടെ ചെയ്യാൻ പാടില്ല, ഇവിടെ മോള് റെസ്റ്റ് എടുത്താൽ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഡോക്ടർ നന്നായിട്ട് ആഹാരം കഴിക്കണം, റെസ്റ്റ് എടുക്കണം, ശരീരം ഇണങ്ങിയില്ല, വലിയ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പോ തന്നെ ഈ വിവരം അനി വിളിച്ചിട്ട് ആദർശോട് പറയാണ്, ആദർശേട്ടാ പെട്ടെന്ന് വീട്ടിലേക്ക് വാ, അത്യാവശ്യമായിട്ട് കാര്യമുണ്ട് എന്ന് പറയാണ്. ആദർശ്, അയ്യോ മുത്തശ്ശൻ എന്തെങ്കിലും? അപ്പോ അനി പറയാണ്, അതൊക്കെ വീട്ടിൽ വന്നിട്ട് പറയാം, ആദർശേട്ടൻ വാ എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുമ്പം മുത്തശ്ശി പറയാണ്, ശരി, നീ കാര്യം പറഞ്ഞില്ലായിരുന്നു, അവനിപ്പോ വെപ്രാളം പിടിച്ച് വണ്ടി ഓടിച്ച് വരില്ലേ, ഇത്രയും ദൂരം ഇല്ലെന്നൊക്കെ ചോദിക്കാണ്. അത് ഞാൻ ഓർത്തില്ലേ മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. അനു വിളിച്ച് ആദർശനോട് പറയാണ്, ആദർശേട്ടാ സന്തോഷമുള്ള കാര്യ, അതുകൊണ്ട് വെപ്രാളം പിടിച്ച് വണ്ടിയൊന്നും ഓടിക്കണ്ട, പതിയെ വന്നാ മതി എന്ന് പറയുന്നുണ്ട്. ആദർശ്, ഞാനോട് നിറം കാണുന്നു പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനനെ എല്ലാരും ഹാള് സെറ്റിലൊക്കെ പിടിച്ചിരുത്തുന്നുണ്ട്. അങ്ങനെ അവർക്ക് എല്ലാരും ലഡുവും മധുരവും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാണ്. ഇതുകൊണ്ട് നവ്യ അവിടെ ഇങ്ങനെ കലിപ്പിച്ച് നിൽപ്പുണ്ട് കേട്ടോ. നവ്യ ആ സമയത്ത് ഗർഭിണി തന്നെയാണ്. നവ്യം അങ്ങനെ അവിടെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കും ദേവേനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ദേവേനി ഇങ്ങനെ തലങ്ങും വിലങ്ങും നടക്കാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കാണ്, എന്താ ദേവയാനി, നിന്റെ മരുമകൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് പോലും നിനക്ക് അവളുടെ യാതൊരു സ്നേഹം വാത്സല്യം തോന്നുന്നില്ലേ? അവളുടെ വയറ്റിലുള്ളത് അവള് കൊണ്ടുവന്ന കുഞ്ഞൊന്നുമല്ല, നിന്റെ മകന്റെ കുഞ്ഞാണ്. അതായത് ഒരു ചെറിയ ആദർശ്, നീ കുഞ്ഞുകാലത്ത് കണ്ട നിന്റെ ആദർശം ഉണ്ടല്ലോ, അത് വീണ്ടും ഇവളിലൂടെ ജനിക്കാൻ പോവാണെന്നൊക്കെ പറയുമ്പം ദേവൻ ഇങ്ങനെ മനസ്സിലോർക്കാണ്. പണ്ട് ദേവയാനിക്ക് ആദർശം ഉണ്ടാവുന്നതും താലോലിക്കുന്നതും അവനെ പാട്ടുപാടി കൊണ്ടു നടക്കുന്നതും വിരലയിൽ തൂങ്ങി മുറ്റത്തൂടെയൊക്കെ കൊണ്ടു നടക്കുന്നതൊക്കെ ദേവയാനി ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അത് ഓർക്കുമ്പോഴേക്കും ദേവിയുടെ മനസ്സലിയാണ്. എന്നിട്ട് നയനോട് പറയാണ്, സോറി മോളെ, അത് കേട്ടപ്പോ എനിക്ക് ആകപ്പാടെ ദേഷ്യം വന്ന പോലൊക്കെ തോന്നി, എന്നോട് ക്ഷമിക്കണം, മോളുടെ വയറ്റിലുള്ളത് എന്റെ ആദർശന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ദേവയാനി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ദേവേനി പറയാണ്,
മീനാക്ഷിയും ജാനകിയൊക്കെ ഉണ്ടല്ലോ ജോലി ചെയ്യാൻ. അത് മാത്രമല്ല ഇനി മുതൽ ഞാനും അടുക്കളയിൽ കയറിക്കോളാം. എന്റെ മോൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ വെച്ച് വിളമ്പി തന്നോളാം. എന്റെ മോള് ഒരു ജോലിയും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴേക്കും ജലജയും ആ വീട്ടിലുള്ള എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് ആദർശ് അങ്ങോട്ടേക്ക് കയറി വരികയാണ്. എന്താ എന്താ സംഭവിച്ചേ, എന്താ എല്ലാവർക്കും പറ്റി എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ആദർശ് ഓടി വരികയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയണ കുഴപ്പമുണ്ട്, ഞങ്ങൾക്കാർക്കുമല്ല, നിനക്കാ കുഴപ്പം, നീ എന്ത് കാര്യം ചെയ്തു വെച്ചേക്കുന്നേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നു. അയ്യോ മുത്തശ്ശ, ഞാനൊന്നും ചെയ്തില്ല, എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന സോഫയിൽ ഇരിക്കുന്നുണ്ട്. അയ്യോ നയനക്ക് എന്ത് പറ്റി, എന്താ വിഷയം, നിന്റെ അഹങ്കാരം കൊണ്ടാ അവക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറയാണ്. മുത്തശ്ശ എന്തായി പറഞ്ഞ, നിങ്ങൾ തെളിച്ചു പറ, സത്യമായിട്ട് ഞാനിവിടെ അടിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല, ഇന്നേ വരെ നയനെ അടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ് മതി അവനായിട്ട് കളിയാക്കിയത്. അപ്പോഴേക്കും ദേവിനെ എന്നിട്ട് ആദർശോട് കൈ പിടിച്ചിട്ട് പറയാണ്, മോനെ ഒരു സന്തോഷമുള്ള കാര്യ, ഞാനേ മുത്തശ്ശിയാകാൻ പോവാണെന്ന് പറയുന്നു. അമ്മ എന്താ പറഞ്ഞേ? അതേടാ ആദർശേ, നീ ഒരു അച്ഛനാകാൻ പോവാണെന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശിന് ഭയങ്കര അടങ്ങ് സന്തോഷം വരുന്നുണ്ട് കേട്ടോ. ആദർശ ഇപ്പൊ ഓടിപ്പോയിട്ട് നയന അടുത്ത് ചെല്ലാണ്. നയന ഈ കേട്ടതൊക്കെ സത്യമാണെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് നയന ഇങ്ങനെ തലകുലുക്കുന്നുണ്ട്. അങ്ങനെ മാസങ്ങൾ കടന്നു പോകുന്നുണ്ട്. നയനനെ ആദർശ് പൊന്നുപോലെ കൊണ്ടു നടക്കുന്നുണ്ട്. ദേവയാനിയും അവൾക്ക് വേണ്ട ഫ്രൂട്ട്സും അതുപോലെ ജ്യൂസൊക്കെ കൊടുത്തിട്ട് ഫുഡൊക്കെ അവൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാം നയനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി പറക്കി അവൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ഡെലിവറി ഡേറ്റ് എടുക്കുകയാണ്. അങ്ങനെ കനകം വന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ ദേവയാനി സമ്മതിക്കുന്നില്ല, പറ്റില്ല, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ നോക്കിക്കോളാം, ഇവിടെയാകുമ്പോൾ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കനകം ഇതിനു വേണ്ടി വാശി പിടിക്കുന്നുണ്ടെങ്കിലും ദേവയാനി നയനെ കൊടുത്തു വിടുന്നില്ല. നയനക്ക് സങ്കടാന്നുണ്ടെങ്കിലും ദേവയാനി പറയാണ്, സാരമില്ല, എന്റെ ആദർശമാരുടെ കുഞ്ഞ് നിന്റെ വയറ്റുള്ളത്, ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. എന്റെ നീ ഒരു അമ്മയെ പോലെ കണ്ടാൽ മതി എന്നൊക്കെ ദേവേനി പറയുന്നുണ്ട്. അങ്ങനെ നയനേനെയും കൂട്ടിക്കൊണ്ട് ആ ദേവേനി പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നതും അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു അഡ്മിറ്റ് ആവുന്നുണ്ട്. നയനയ്ക്ക് ഡെലിവറി പെയിനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ആദർശാണെങ്കിലും ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയന പ്രസവിക്കുകയാണ്. ഒരു ആൺകുട്ടിയാണ് കേട്ടോ നയന പ്രസവിക്കുന്നത്. അപ്പോൾ തന്നെ ആ കുഞ്ഞിനെ എടുത്തോണ്ട് നഴ്സ് പുറത്തേക്ക് വന്നിട്ട് കൺഗ്രാചുലേഷൻസ് ആദർശ്, നിങ്ങൾക്കൊരു ആൺകുട്ടി ഉണ്ടായിരിക്കുകയാണെന്ന് പറയുമ്പോഴേക്കും ആദർശും എല്ലാവരും ഹാപ്പി ആവുന്നു. മുത്തശ്ശനൊക്കെ ആണെങ്കിലോ അവിടെ കിടന്ന് സന്തോഷത്തുള്ളി ചാടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കനവ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ ചെല്ലുമ്പോഴേക്കും ഓടിച്ചെന്നിട്ട് ദേവയാനി ഈ കുഞ്ഞിനെ മേടിക്കുകയാണ്. എന്നിട്ട് നോക്കി എന്റെ കുഞ്ഞിലത്തെ ആദർശമാനെ പോലെ തന്നെയുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് നെറുകയിൽ ഒരു ഉമ്മയും കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ കാണട്ടെ എന്ന് പറഞ്ഞ് എല്ലാരും വന്ന് കുഞ്ഞിനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴും കനകവും വന്ന് കാണുന്നുണ്ട്. ദേവയാനിക്കാണെങ്കിൽ കുഞ്ഞിനെ അങ്ങോട്ട് കൈമാറി കൊടുക്കാൻ പോലും മനസ്സിരുന്നില്ല. എന്നിട്ടും ദേവയാനി കനകത്തിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കുറച്ചിനും കൊടുക്കുന്നുണ്ട്. കനകത്തിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കനകം ആ കുഞ്ഞിനെ ഉമ്മ വെക്കുന്നുണ്ട്. വീണ്ടും തിരിച്ച് ദേവയാനി തന്നെ കയ്യിൽ മേടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പേരിടണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ഇവിടെ വെച്ച് പേരൊന്നുണ്ട, എന്തായാലും നമുക്ക് പേരിടൽ ചടങ്ങൊക്കെ വലിയ ഗംഭീരമാക്കി തന്നെ വീട്ടിൽ പോയിട്ട് അതൊക്കെ നടത്താമെന്ന് പറയാണ്. അപ്പോഴേക്കും ഡോക്ടറോട് ദേവയാനി ചോദിക്കുന്നുണ്ട്, നയനമോക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ കുഴപ്പമൊന്നുമില്ല, ആള് ഓക്കെ ആണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. സമാധാനമായിന്ന് ദേവയാനി പറയുന്നുണ്ട്. അപ്പൊ ദേവയാനിയുടെ മാറ്റവും കുഞ്ഞിനോടുള്ള അമിതമായ സ്നേഹവും നയനോടുള്ള കെയറിങ്ങൊക്കെ കാണുമ്പോൾ കനയ്ക്കും ഒത്തിരി സന്തോഷമാകുന്നുണ്ട് കേട്ടോ. പെട്ടെന്നായിരിക്കും നമ്മുടെ ദേവയാനി ചാടി എഴുന്നേക്കുന്നത്. ദേവയാനി കണ്ടത് മുഴുവനും സ്വപ്നമായിരുന്നു. അപ്പം ജാനകി അങ്ങനെ ദേവയാനോട് പറഞ്ഞിരുന്നല്ലോ ഒരു കുഞ്ഞുണ്ടാകാൻ പോയാന്നൊക്കെ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് അവള് കണ്ടത് മുഴുനീള സ്വപ്നമായിരുന്നു ഇത് ഏകദേശം ഒരു 2-3 എപ്പിസോഡായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ശരിക്കും എല്ലാവരും വിചാരിക്കുന്നത് ശരിക്കും അതിന് ആദർശം ഒന്നാകെ അവർക്ക് ഗർഭിണിയാകെ കുഞ്ഞുണ്ടാകുന്നൊക്കെ ചെയ്യുന്നതായിട്ട് എല്ലാവരും പ്രേക്ഷകർ കാണുന്ന അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ പിന്നെയാണ് ട്വിസ്റ്റ്, നമ്മുടെ ദേവയാനി സ്വപ്നം കാണുന്നതായിരിക്കും. ഞാൻ ദേവയാനി ചാടി എഴുന്നേക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടുള്ള ആലോചിക്കുകയാണ്, ഈശ്വര ഞാൻ ഈ കണ്ട സ്വപ്നമൊക്കെ സത്യമാവോ, അവൾ ഗർഭിണിയാവോ എന്ന് അങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് അവൾ ആലോചിക്കുന്നുണ്ട് ആദർശം നയന തമ്മിൽ ഇപ്പോൾ നല്ല സ്നേഹത്തിലാണ്. എന്തായാലും അവൾ പെട്ടെന്ന് തന്നെ ഗർഭിണിയാവും, അതിനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ദേഷ്യം വാശിയൊക്കെ വെച്ചതിന്റെ വല്ല കാര്യമുണ്ടോ? ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്റെ ആദർശമോനെ പണ്ട് കിട്ടിയതുപോലെ തന്നെ തോന്നുന്നു. ദേവയാനി ഇങ്ങനെ ഓർക്കാണ്. എന്നിട്ട് ഓർക്കുന്നു, ഈശ്വര അതങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും നയനെ സ്നേഹിക്കുവോ? എന്റെ മനസ്സിൽ ഇപ്പോൾ അവളുടെ വെറുപ്പ ഇല്ല, ഞാൻ ഒരിക്കലും അവളെ സ്നേഹിക്കില്ല, അവളെ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഞാൻ സ്നേഹിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പിടിവാശി പിടിച്ച് ദേവയാനി ഇങ്ങനെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കിയുണ്ട്, കുറേ ട്വിസ്റ്റ് ആൻഡ് ഇതൊക്കെ നിറഞ്ഞ ഒരുപാട് എപ്പിസോഡിൽ വരാനുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.